ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം. കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ പത്മകുമാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് തന്ത്രിയിലൂടെയെന്നാണ് പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയിൽ നിന്ന് എല്ലാത്തിനും അനുവാദം വാങ്ങിയിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ ആരായാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനിടെ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ഒരുങ്ങുന്നുണ്ട്. ഇതുവരെ ലഭിച്ച മൊഴികൾ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. അതിനിടെ സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളായ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. അടച്ചിട്ട കോടതി മുറിയിലാണ് ഹൈക്കോടതി വാദം കേട്ടത്. കേസ് വിധി പറയാൻ മാറ്റി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.